ഹായ് എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങള് ഇന്ന് എവിടെ പോവാ ഹെലബി? നമ്മളിവിടെ ലുലു. എവിടെ? ലുലു പ്ലേ ഏരിയയില. ഓക്കെ, നമ്മുടെ ലിഫ്റ്റ് പോകുന്ന പോക്കുണ്ട്. വാവ്, നമ്മളെത്തി. അങ്ങനെ ഞങ്ങള് പ്ലേ ഏരിയയിലെത്തി. പിള്ളേരെ ജസ്റ്റ് കുറച്ച് റൈഡിൽ കയറ്റാന്ന് വിചാരിച്ചു. കുറേ ദിവസം ഇവരിതിലൊന്നും വരുന്നുണ്ടായിരുന്നില്ല, പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളങ്ങനെ പുറത്തൊന്നും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിനി ഓരോ റൈഡിൽ കയറിയിട്ട് കാണാം കേട്ടോ. ഹെയ്ഡപ്പി ഹെലമോട്ട് റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് ഓടിയിട്ടുണ്ട്. ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഇവിടെ സെലക്റ്റഡ് ഗെയിംസിനൊക്കെ 1 ദിറമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വരുന്നത്. ചൊവ്വാഴ്ച സെലക്റ്റഡ് ഗെയിംസിനൊക്കെ 1 ദിറമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു കാർഡ് നമ്മൾ റീചാർജ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഈ കാർഡ് നമ്മൾ റീചാർജ് ചെയ്യും. അതിനുശേഷം നമുക്ക് ഇത് സ്വൈപ്പ് ചെയ്താൽ മതി, അന്നേരം നമുക്ക് കിട്ടും. കഴിച്ചു ഏതോ ഒരെണ്ണം ചെയ്യാൻ വേണ്ടി പോകാൻ തരാം. ഇത് ഹെൽമോള് ഒരു മ്യൂസിക്കൽ ഗെയിമിൽ കയറിയതാണ്. ഇവിടെ നമുക്ക് സ്റ്റോപ്പ്, സ്റ്റാർട്ട് അങ്ങനെയൊക്കെയുള്ള ഓരോരോ ബട്ടണുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ചവിട്ടിയിട്ടാണ് കേട്ടോ നമ്മളതിൽ ഗെയിം കളിക്കുന്നത്. ഇത് 1 ദിറമിൻ്റെ ഗെയിമല്ല, പിങ്ക് കളർ എന്തോ ഗെയിമാണ്. അപ്പോൾ ഇതിന് റേറ്റ് കൂടുതലാണ്. ഹെൽമോൾ വെറുതെ അതിനെ അടിച്ച് നോക്കുന്നതേ ഉള്ളൂ. ആക്ച്വലി ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഓടുന്നുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഇത് 1 ദിറമാണ് കേട്ടോ. ഹെയ്ഡാപ്പിക്ക് കാർ റേസിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാർസും അതുപോലെ തന്നെ ബൈക്കുകളും ഒക്കെ ഉണ്ട്. അപ്പം ഇതുകൊണ്ട് ഇച്ചു അതിൻ്റെ കൂടെ തന്നെ കയറിയിരുന്ന് കാർ പിടിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ഇത് ഞങ്ങൾ ആക്ച്വലി കുറേ ദിവസങ്ങൾ മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യാതെ വെച്ചിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിടാം എന്ന് വിചാരിച്ചു. ഇത് ആക്ച്വലി കേവലൂടെ നടക്കാനൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. നോക്കിക്കേ, ഹെയ്ഡാപ്പിയാണ് ഗിയറൊക്കെ മാറി. സാധാരണ നമ്മുടെ വണ്ടികളൊക്കെ റോഡിൽ കൂടി ഓടിക്കുന്ന വണ്ടികളൊക്കെ ഓടിക്കുന്ന പോലെയാണ് കേട്ടോ നമ്മൾ ഹെയ്ഡാപ്പി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ ഈ വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് തോന്നും ശരിക്കും നമ്മൾ റോഡിൽ കൂടെ വണ്ടി ഓടിക്കുകയാണെന്നുള്ളൊരു ഫീൽ നമുക്ക് തോന്നും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇച്ചുവും 1 ദിറംസ് ഉള്ളത് കൊണ്ട് തന്നെ, അതായത് അത് സ്വൈപ്പ് ചെയ്തിട്ട് ഇച്ചുവും അതുപോലെ തന്നെ അത് കാർ ഓടിക്കാൻ വേണ്ടി അടുത്തിരുന്നാണ് കേട്ടോ കാണുന്നത്. ഇതിന് നമുക്കുള്ളൊരു ഗുഡ് പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇതിനകത്ത് കോമ്പറ്റീഷൻ പോലെയാണ്. 1 2 3 4 5 6 എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് ഇതിൻ്റെ സ്ഥാനങ്ങൾ. ഹെയ്ഡാപ്പി ഇപ്പോൾ പോകുന്ന വണ്ടി 4ാം സ്ഥാനമാണ്, 2ാം സ്ഥാനമായിട്ട്. ഇതെൻ്റെ ഇച്ചു വണ്ടിയും കൂടെ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഒരു ലോറിയാണ് കേട്ടോ ഇച്ചു എടുത്തേക്കുന്നത്. ഹേബിളൂട്ടിനെ കൈ പിടിച്ചിട്ടുണ്ട്. ഒത്തിരി രസമാണ് കേട്ടോ. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. എന്നോട് ഇച്ചു ചോദിക്കും നിനക്കിതൊക്കെ ഓടിക്കണമെന്ന്. പിന്നെ ഞാൻ പൊതുവേ ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് അധികം ഓടിക്കലൊന്നുമില്ല. ഞാനിങ്ങനെ പിള്ളേരെയൊക്കെ നോക്കി അവിടെ പോയി നിൽക്കലേ ഉള്ളൂ, അല്ലാതെ ഞാനൊരു റൈഡിലും കയറാറില്ല. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം നല്ല ഒച്ചയാണ് കേട്ടോ. അതായത് നമ്മുടെ റോഡിൽ കൂടി ഒരു വണ്ടി പോകുന്ന പോലത്തെ ഒരു ഒച്ചയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി രസമാണ് കേട്ടോ. ഹെയ്ഡാപ്പി അതിൻ്റെ പറത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇച്ചു ഇപ്പോഴും ഹേബലിനെ കൈ പിടിച്ചുകൊണ്ട് ഓടിക്കുന്നുണ്ടാകുന്ന തോന്നുന്നുണ്ട്. 4ാം സ്ഥാനത്ത് തന്നെയാണ്. 4 പേരേ ഉള്ളൂ. അതിൽ 4ാം സ്ഥാനം തന്നെയാണ് ഇച്ചുവിനുള്ളത്. ഹേബിളും ഇങ്ങോട്ട് എന്താണ് ഫസ്റ്റ് പ്ലേസിലെത്തിയിട്ടുണ്ട്. അവൻ അടിച്ച് മിന്നിച്ച് പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ തന്നെ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ പ്രതിബന്ധങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ അവൻ 3rd പൊസിഷനിലേക്ക് പോയിട്ടുണ്ട്. വേണ്ട, ഇപ്പം അങ്ങനെ അവൻ്റെ ഗെയിം കഴിഞ്ഞു. അവൻ 3rd പൊസിഷനിലെത്തി. നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കിങ്ങനെ എന്താ പറയുന്നത്, ഇതിൽ ഓൾറെഡി നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വരും, നമുക്ക് എത്രാമത്തെ പൊസിഷനാണ് കിട്ടിയെന്നുള്ള. അങ്ങനെ ഹെയ്ഡാപ്പി ഇത് അടിപൊളി ഗെയിമായിരുന്നു പറയുന്ന കേട്ടോ കാണുന്നത്. കേവലാണെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ. സ്റ്റിയറിങ് കണ്ടു കഴിഞ്ഞാൽ അവനും വിടൂല. നോക്കിക്കേ, ഇവിടെ ഈ ഒരു ഗെയിമിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അവന് ഓണടിക്കാനും സ്റ്റിയറിങ് ഇറക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹെലമോൾ ആക്ച്വലി വെറുതെ പോയിരിക്കുന്നതാണ് കേട്ടോ. ഹെലമോക്ക് സ്വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ഇവരെ ഇങ്ങനെ എന്താ പറയുന്നത്, മുകളിലേക്കും താഴേക്കും പൊങ്ങുന്ന ഒരു റൈഡാണ് കേട്ടോ ഇത്. ആ ചേട്ടനാണ് വളരെ കൃത്യമായിട്ട് ഹെലമോളെ എടുത്ത് അതിലിരുത്തി വളരെ സുരക്ഷിതമായ ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഹെയ്ഡാപ്പിയും ഹെലമോളെ ഈ ഒരു റൈഡിൽ കയറ്റിയത്. ഈ റൈഡും ഹെലമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഹെലമോൾ കുറച്ചും കൂടെ കുഞ്ഞായിരുന്നല്ലോ ആ സമയത്ത്. അപ്പോൾ അവൾ കുറേ എൻജോയ് ചെയ്തൊരു റൈഡാണ് കേട്ടോ. പക്ഷേ ഹെയ്ഡാപ്പിക്ക് എന്നാൽ ഈ റൈഡിനോട് അത്ര താല്പര്യമില്ല. പക്ഷേ എന്നാലും നമ്മൾ ഹെലമോക്കൊരു കൂട്ടുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഹെയ്ഡാപ്പി ഈ റൈഡിൽ കയറ്റിയത്. അതായത് ഹെയ്ഡാപ്പിയും ഹെലമോളും റൈഡിലിരുന്ന് എൻജോയ് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാനും ഉച്ചും താഴെ നിന്ന് നോക്കുമായിരുന്നു എങ്ങനെയാണ് ഇവർ എൻജോയ് ചെയ്യുന്നതെന്ന്.
പക്ഷേ ഇരുട്ടായതുകൊണ്ട് ഹേവലോട്ടൻ അവിടെ ഇരുന്ന് കരഞ്ഞു. സോ ഞാൻ ഇറങ്ങിപ്പോന്നു. എന്നോട് ഹെലമോൾ ഇറങ്ങിപ്പോന്നു. നമ്മൾ വേറെ പറ്റിയ റൈഡുകൾ വല്ലതും ഉണ്ടോ നോക്കട്ടെ. പിള്ളേർക്ക് പേടിക്കാത്ത റൈഡുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കയറാമെന്ന് വിചാരിച്ചു. ഹെയ്ഡാപ്പി ഇച്ചു ഹെലമോളും ഇതിനകത്താണ്. ഇതാണ്ട് ഹെയ്ഡാപ്പി ഇറങ്ങി വന്നു. ഹെയ്ഡാപ്പിക്ക് എന്തോ ചെറിയ പേടി പോലെ ഉണ്ട്. കളി കഴിഞ്ഞു. ഇതാണ്ട് ഇച്ചു ഇറങ്ങി വന്നു. ഹെയ്ഡാപ്പി ഈ റോക്സുകളൊക്കെ ക്ലൈംബ് ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ കാണുന്നത്. അതിനുള്ള സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടുവാണ്. സേഫ്റ്റി ബെൽറ്റും അതുപോലെ തന്നെ ക്യാപ്പും സേഫ്റ്റി ക്യാപ്പൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ആക്ച്വലി ഹെയ്ഡാപ്പി ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഈ കാണുന്ന ഓരോ റോക്സിലും ചവിട്ടി വേണം ഹെയ്ഡാപ്പി മേളിലെത്താൻ. അപ്പം ഹെയ്ഡാപ്പി പക്ഷേ യാതൊരു പേടിയില്ലായിരുന്നു കേട്ടോ. പുള്ളിക്കാരിയാണ് ഹെയ്ഡാപ്പി അടിപൊളിയായിട്ട് അങ്ങ് സെറ്റ് ചെയ്തു. അങ്ങനെ ഹെയ്ഡാപ്പി ഇതുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുവാണ്. ഫുൾ ഹാപ്പിയാണ്. ഞങ്ങളോട് ഹായ് ഒക്കെ പറഞ്ഞ് ബൈ ഒക്കെ പറഞ്ഞൊക്കെയാണ് കേട്ടോ പോകുന്നത്. പക്ഷേ താഴെ നിന്ന് എനിക്ക് ചുറ്റും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നോക്കാം അവൻ എങ്ങനെയാണ് ക്ലൈംബ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ആട്ടോ, ഇതുവരെ അവൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്.
പറ്റില്ല. അതുകൊണ്ട് ആരിലും ഒരാൾ മറ്റ് ഹെലൻ്റെ ഹെയറിൻ്റെ കൂടെ കയറുമ്പോൾ ഹേവലൂട്ടറെ നോക്കാൻ ഒരാൾ വേണം. അപ്പം ഞാൻ എൻ്റെ കൂടെ ഹേവലൂട്ടറെ എടുത്തോണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുക. അപ്പം നമുക്ക് അവർ കാർ ഓടിക്കുന്നതാണ് കേട്ടോ. നമ്മൾ കാർ ഓടിക്കൽ കഴിഞ്ഞു. ഇനി അടുത്ത റൈഡിലേക്ക് പോവാണ്. ഇന്ന് 1 ദിർഹമേ ഉള്ളൂ. ഇന്ന് ഓഫറുള്ള ദിവസമാണ്. ഓരോ റൈഡിനും 1 ദിർഹം വെച്ച്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് 1 ദിർഹത്തിലുള്ള റൈഡിലൊക്കെ കയറാൻ ശ്രമിക്കുന്നത്. ഇവിടുന്ന് ഇറങ്ങുക. അങ്ങനെ നമ്മുടെ എന്തൊക്കെയോ ടോയ്സൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ വാങ്ങിച്ചു വെക്കുന്ന ഒരു വലിയ പണിയായിരിക്കും. ഇങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്തെത്തി. ആണ് ഇതാ വഴിയിൽ ഇങ്ങനെ ഒരു സംഭവം ഇരിക്കുന്ന ഹെഡാപ്പി കണ്ടത്. ഹെഡാപ്പി ജസ്റ്റ് ഒന്ന് ഇരുന്ന് നോക്കിയതേ ഉള്ളൂ, അല്ലാതെ കുഴപ്പമൊന്നുമില്ല.
അങ്ങനെ കുറച്ച് കഴിഞ്ഞത്തേക്ക് ഹേബലൂട്ടൻ ഉറങ്ങിപ്പോയി. ഇവിടെ KFC ഉണ്ട്, അങ്ങനെ പല 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 ഷോപ്സ് ഉണ്ട്. അപ്പം അടിപൊളിയായിട്ട് ചെയർസൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കുന്നത് കണ്ടോ, പല പല കളറിൽ. ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. ഹേബലൂട്ടൻ കിടന്നതാ ഉറങ്ങിപ്പോയി. ഞങ്ങളെല്ലാം വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായി. ഇനി എന്തെങ്കിലും ഒരു ചായയൊക്കെ കുടിക്കണം. അങ്ങനെ ഹെലമോളൊക്കെ ഫുൾ എൻജോയ് ചെയ്തു. അങ്ങനെ ഹെലമോൾ അവിടെ ഒരു പാവ കണ്ടപ്പോൾ അതിനെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ അതിന് അനുനയിപ്പിച്ച് കൊണ്ടുവന്നാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പ്ലേ ഏരിയയിലെല്ലാം പോയി. ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാം. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.